ഹായ് സ്റ്റുഡൻസ്, നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ മൊഡ്യൂൾ 3 എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് പൊല്യൂഷൻ. നമുക്കറിയാം പൊല്യൂഷൻ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് പൊല്യൂഷൻ അല്ലേ. എന്താണ് മലിനീകരണം? എന്താണ് മലിനീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഹാംഫുൾ സബ്സ്റ്റൻസസ് കണ്ടാമിനേറ്റ് ദ എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് പൊല്യൂഷൻ. അതായത് നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള ഒരുപാട് സബ്സ്റ്റൻസസ് നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ കുമിഞ്ഞുകൂടി അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ചെയ്ത് ഉണ്ടാവുന്നതാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. പൊല്യൂഷൻ റെഫേഴ്സ് ടു ദ വെരി ബാഡ് കണ്ടീഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. അതായത് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബാഡ് കണ്ടീഷനാണ് അല്ലേ. സോ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെരി ബാഡാണ് പൊല്യൂഷന്. ക്ലിയർ? So there are 5 main types of pollution, which are air pollution, water pollution, noise pollution, land pollution and radioactive pollution. First one, air pollution. Air pollution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിനെ ഒരു ബ്ലാങ്കറ്റായിട്ട് കവർ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ. ഈ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. ഇറ്റ് ഈസ് ദെയർ ഫോർ എസെൻഷ്യൽ ദാറ്റ് വി നോ മോർ എബൌട്ട് ദ അറ്റ്മോസ്ഫിയർ. അതായത് നമുക്കിപ്പം ഈ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ അറ്റ്മോസ്ഫിയറിന് സംഭവിക്കുന്ന മലിനീകരണങ്ങൾ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. എയർ ഈസ് കൺസിഡേർഡ് സേഫ് വെൻ ഇറ്റ് കണ്ടെയ്ൻസ് നോ ഹാംഫുൾ ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്. അതായത് എയർ എപ്പോഴും അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിലെ മലിനീകരണം, നമ്മുടെ വായു മലിനീകരണം എന്നൊക്കെ പറയും. അപ്പോൾ ഈ വായു മലിനീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. വായു എങ്ങനെയൊക്കെ മലിനീകരണപ്പെടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണിക്കും. സോ എയർ എപ്പോഴും സേഫ് ആയിരിക്കണം വെൻ ഇറ്റ് കണ്ടെയ്ൻസ് നോ ഹാംഫുൾ ഡസ്റ്റ് ഗ്യാസസ്. എയറിൽ ഹാംഫുള്ളായിട്ടുള്ള പൊടിപടലങ്ങളോ ഗ്യാസസോ ഒന്നും കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. ഓക്കെ. സോ ഇനി അതിൻ്റെ കാരണങ്ങളാണ് എയർ പൊല്യൂഷൻ, വായു മലിനീകരണത്തിൻ്റെ കോസസ്. ഇൻഡസ്ട്രീസ്, നമുക്കറിയാം ഇൻഡസ്ട്രീസിൽ നിന്ന് ഒരുപാട് വാതകങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പുറന്തള്ളപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എയറിന് ഹാംഫുള്ളാണ്. ദെൻ ഓട്ടോമൊബൈൽസ് ആൻഡ് ഡൊമസ്റ്റിക് ഫ്യൂവൽസ്. ഓട്ടോമൊബൈൽസിലും നമ്മുടെ ഡൊമസ്റ്റിക് ഫ്യൂവൽസൊക്കെ അന്തരീക്ഷത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ സംഭവിക്കും. High proportion of undesirable gases such as sulfur dioxide and carbon dioxide. സൾഫർ ഡയോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒക്കെ അതിൻ്റെ പ്രൊപ്പോർഷനിൽ അതിൻ്റെ അളവിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആവാൻ സാധ്യതയുണ്ട്. ദെൻ ഡസ്റ്റ് പൊടിപടലങ്ങൾ, സിമെൻറ്റിൻ്റെ പൊടി, ഫൗണ്ടറി ഡസ്റ്റുകൾ, അതുപോലെ തന്നെ വിൻഡ് ബ്ലോൺ സോളിഡ് ഡസ്റ്റുകളൊക്കെ നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവും. ദെൻ മിസ്റ്റ്, സ്മോക്ക്, കാർബൺ ബ്ലാക്ക്, എയറോസോൾസ്, ഇതൊക്കെ നമ്മുടെ എയർ പൊല്യൂഷന് കാരണമാകുന്ന സോഴ്സസ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ എക്സാമിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോയിൻറ്റ്സൊക്കെ എലാബറേറ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. അതായത് മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതണം. കൂടുതൽ മാർക്കിന് ചോദിച്ചതാണെന്നുണ്ടെങ്കിൽ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടി വൈഡായിട്ട് എഴുതണം. ഓക്കെ, ഡീപ്പായിട്ട് എഴുതണം. ഓക്കെ. ദെൻ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. നമുക്കറിയാം ഇപ്പോൾ എയർ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കും അതുപോലെ തന്നെ പ്രകൃതിക്കും ഒരുപാട് ദോഷങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സോ അതെന്തൊക്കെയാണ്? ഹ്യൂമൻ ഹെൽത്ത്, നമ്മുടെ ഹെൽത്തിന് അത് എഫക്റ്റ് ചെയ്യും. ആനിമൽസിന് എയർ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കത് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാന്റ്സിന്, ദ അറ്റ്മോസ്ഫിയർ ആസ് എ ഓൾ, എല്ലാ അറ്റ്മോസ്ഫിയർ നമ്മുടെ അന്തരീക്ഷം തന്നെ അതൊരു കേടാവും. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്, ആഗോള താപനം. ദെൻ ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ ലെയറിലൊക്കെ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്.
പിന്നെ ആസിഡ് റെയിന്, പിന്നെന്താ വേരിയസ് റെസ്പിറേറ്ററി ഇൽനെസ്, നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് എയർ പൊല്യൂഷൻ കൊണ്ടുള്ള എഫക്ട്സ്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഹൗ ടു അവോയ്ഡ് എയർ പൊല്യൂഷൻ. ഇനി നമുക്ക് അതിനുള്ള റെമഡി, എയർ പൊല്യൂഷൻ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം. യെസ്, വി ക്യാൻ അവോയ്ഡ് പൊല്യൂഷൻ ആസ് ഫോളോസ്. താഴെ പറയുന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എയർ പൊല്യൂഷൻ ഒഴിവാക്കാം. യൂസ് നാച്ചുറൽ ഗ്യാസസ് ലൈക്ക് LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. അതായത് നമ്മൾ എന്താ ചെയ്യുക, നാച്ചുറൽ ഗ്യാസൊക്കെ യൂസ് ചെയ്യുക. എന്തിനു പകരം, LPGക്ക് പകരമൊക്കെ നാച്ചുറൽ ഗ്യാസസ് യൂസ് ചെയ്യുക. ഡു നോട്ട് ബേസ്റ്റ് ക്രാക്കേഴ്സ്, അതായത് ഈ പൂത്തിരി, പടക്കം അതുപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ അല്ലേ, അതൊന്നും കത്തിക്കാതിരിക്കുക. ദെൻ യൂസ് ലെസ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഫോർ വെഹിക്കിൾസിലൊക്കെ കുറഞ്ഞ അളവിൽ എന്ത് ചെയ്യുക, ഫ്യൂവൽസൊക്കെ യൂസ് ചെയ്യുക. അതായത് വാഹനങ്ങളിൽ നിന്നുള്ള പുകയൊക്കെ പോയി കഴിഞ്ഞാൽ അതും ഈ അന്തരീക്ഷത്തേക്ക് തന്നെയാണ് പോണത്. സോ അതൊരു ബിഗ് പ്രോബ്ലമാണ്, എയർ പൊല്യൂഷനിലുള്ള മെയിൻ കോസാണ്. ദെൻ അവോയ്ഡ് യൂസിങ് ആൻഡ് യൂസ് ഇലക്ട്രോണിക് സ്റ്റൗസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക. ക്ലിയർ. അടുത്ത പൊല്യൂഷനാണ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. എന്താണ്, എനി ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ചേഞ്ച് വാട്ടർ ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്ട്സ് ഇറ്റ്സ് യൂസ് ബൈ ലൈവ് ബീയിങ്സ്. അതായത് നമ്മുടെ ജലത്തിന്, വാട്ടറിന് എന്താണ്, ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ കെമിക്കലായിട്ടോ ബയോളജിക്കലായിട്ടോ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ്, അതെന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ജീവനുള്ള അതിനൊക്കെ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുള്ളൊക്കെ എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പൊല്യൂഷനാണ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, ദെൻ കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷനുള്ള കാരണങ്ങൾ. ഡയഗ്രാംസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ടർ പൊല്യൂഷനൊക്കെ. സോ കോസസ് എന്താണ്, നമുക്കറിയാം എബൌട്ട് 40% ഓഫ് ഡെത്ത്സ് വേൾഡ് വൈഡ് ആർ കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ. കൂടുതലൊരു 40%ഉം ഡെത്ത് സംഭവിക്കുന്നത് എന്തു കാരണമാണ്, വാട്ടർ പൊല്യൂഷൻ കാരണമാണ് സംഭവിക്കുന്നത്. വാട്ടർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്സ് ആൻഡ് എഫ്ലുവൻസ് ഡിസ്ചാർജ്ഡ് ഇൻ ടു റിവേഴ്സ്. അതായത് നമ്മളെന്താ, ഓർഗാനിക്കോ അതുപോലെ തന്നെ ഇനോർഗാനിക് ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഈ പുഴയിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള തോടിലേക്കോ അങ്ങനെയൊക്കെ കുളങ്ങളിലേക്കോ അങ്ങനെയൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വാട്ടർ അവിടെ ഉള്ളതൊക്കെ പൊല്യൂട്ടഡ് ആയി പോവും. ദെൻ നോയ്സ് ആൾസോ കോസസ് ആൻസൈറ്റി, സ്ട്രെസ്, റിയാക്ഷൻ ടു ഫ്രൈറ്റ്. നമ്മുടെ നോയ്സ്, ഈ പോയിന്റ് നിങ്ങൾ എഴുതണ്ട കേട്ടോ. ദെൻ വാട്ടർ പൊല്യൂഷൻ്റെ 2 ഫിഗേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വാട്ടർ പൊല്യൂഷൻ കാരണം എന്തൊക്കെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ നമുക്ക് സംഭവിക്കുന്നു. ഡിസീസ് ലൈക്ക് കോളറ പോലത്തുള്ള രോഗങ്ങൾ അല്ലേ, ജലത്തിലൂടെയല്ലേ രോഗങ്ങളൊക്കെ പകരുന്നത്. അതുപോലെ തന്നെ മലേറിയ, ടൈഫോയിഡ്, പിന്നെ അക്വാട്ടിക് ലൈഫ് ഗെറ്റ്സ് ഡെസ്ട്രോയിഡ്. അതായത് ജലത്തിൽ വസിക്കുന്ന ജന്തുക്കൾ, അതുപോലെ തന്നെ മീനുകൾ, ഒരുപാട് അക്വാട്ടിക് ലിവിങ് തിങ്സ് ഉണ്ട്. സോ അവർക്കൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ നശിച്ചു പോകും, ഡെസ്ട്രോയ് ചെയ്യാൻ കാരണമാവും. ഓക്കെ, ഇനി നമുക്ക് വാട്ടർ പൊല്യൂഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാം. റിവേഴ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ വാഷിംഗ് ക്ലോത്ത്സ് ഓർ ബാത്തിങ് ആനിമൽസ് ഇൻ. അതായത് നമ്മൾ റിവേഴ്സിൽ നിന്നൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട് വസ്ത്രം അലക്കുന്നതും അതുപോലെ തന്നെ കന്നുകാലികളെയൊക്കെ കുളിപ്പിക്കുക, അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കഴുകുക അല്ലേ. അപ്പോൾ അതുപോലെയൊന്നും എന്ത് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് വാട്ടർ പൊല്യൂഷൻ ഒരു പരിധിവരെ കുറയ്ക്കാം. ദെൻ ഹാർവെസ്റ്റിംഗ് ഓഫ് റെയിൻ വാട്ടർ ടു മീറ്റ് വാട്ടർ റിക്വയർമെൻറ്റ്സ്. അതായത് മഴവെള്ളമൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സംഭരിച്ച് വയ്ക്കുക. ഓക്കെ, ദെൻ ഡാംസ് ആൻഡ് എംബാങ്ക്മെൻറ്റ്സ് മസ്റ്റ് ബി ക്രിയേറ്റഡ്. നമ്മൾ വെള്ളമൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഡാമൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എംബാങ്ക്മെൻറ്റ്സ് പറഞ്ഞാൽ ഒരു ഡാം പോലെ തന്നെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നൊരു വെള്ളമൊക്കെ തടഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണത് എംബാങ്ക്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ദെൻ ദ റിവേഴ്സ് മസ്റ്റ് നോട്ട് ബി കണ്ടാമിനേറ്റഡ്. എന്താണ്, നമ്മൾ റിവറിലൊന്നും ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാതിരിക്കുക.
ദെൻ ഇൻ റിവേഴ്സ് ദ ഡെഡ് ബോഡീസ് ഷുഡിൻറ്റ് ത്രോൺ, അതായത് നമ്മൾ ചത്തതും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അല്ലേ, അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വാട്ടറിലൊന്നും റിവേഴ്സിലൊന്നും കൊണ്ടുപോയിടാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഈ കോഴി വേസ്റ്റ് അതുപോലെ തന്നെ മറ്റുള്ള ഈ ഹോട്ടൽസിൽ നിന്നുള്ള വേസ്റ്റുകൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് മറൈൻ പൊല്യൂഷൻ. മറൈൻ പൊല്യൂഷൻ എന്താണ്? പൊല്യൂഷൻ ഓഫ് ഓഷ്യൻസ് കോസ്ഡ് ബൈ സീവേജ്, സ്ലഡ്സ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, ഡിറ്റർജൻസ്, അഗ്രോകെമിക്കൽസ്, സോളിഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്സ്, മെറ്റൽസ് ആൻഡ് വേസ്റ്റ് ഹീറ്റ് ഈസ് കോൾഡ് മറൈൻ പൊല്യൂഷൻ. അതായത് നമ്മുടെ ഓഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, കടലൊക്കെ പൊല്യൂട്ടഡ് ആവുന്നതിനാണ് മറൈൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? സീവേജ്, സ്ലഡ്, നമ്മുടെ ഓവുചാലിൽ നിന്നുള്ള വേസ്റ്റുകൾ, പിന്നെ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള വേസ്റ്റ്, ഡിറ്റർജൻസ്, കെമിക്കൽസ്, സോളിഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്, മെറ്റൽസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മുടെ കടലിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, മറൈൻ പൊല്യൂഷൻ സംഭവിക്കും. കോസസ് ഓഫ് മറൈൻ പൊല്യൂഷൻ, മറൈൻ പൊല്യൂഷനുള്ള കാരണങ്ങൾ. മേജർ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലോ ഓഫ് കെമിക്കൽസ്. ഈ ഇൻഡസ്ട്രീസ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ കെമിക്കൽ പദാർത്ഥങ്ങളൊക്കെ എന്താണ്, നമ്മുടെ കടലിലേക്ക് എത്തിച്ചേരും. പിന്നെ സോളിഡ് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ എഫ്ലുവൻസ്, പിന്നെ മാൻമെയ്ഡ് സെഡിമെൻറ്റേഷൻ, ഓയിൽ സ്പിൽസ്, മെനി സച്ച് ഫാക്ടേഴ്സ്. അതായത് ഒരുപാട് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, എന്താണ് നമ്മുടെ റേഡിയോ ഒരുപാട് ഇൻഡസ്ട്രീസ് എന്നൊക്കെ എന്താണ് അവിടെ നിന്നുള്ള വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് എന്തിലേക്കാണ് പുറന്തള്ളപ്പെടുന്നത്? ഈ കടലിലേക്കൊക്കെയാണ് അല്ലേ. പിന്നെ നമ്മുടെ മനുഷ്യന്മാർ തന്നെ ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ പുഴയിൽ കൂടെ ഒഴുക്കി ലാസ്റ്റ് എന്തെല്ലാം ഈ കടലിലല്ലേ എല്ലാം എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് എന്തുണ്ട്, പൊല്യൂഷൻ, മറൈൻ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. The majority portion of the marine pollution comes from the land that contributes to 8% of the marine pollution. കൂടുതലും മറൈൻ പൊല്യൂട്ടഡ് ആവാൻ കാരണം എന്താണ്? നമ്മുടെ ലാൻഡിൽ നിന്നുള്ള വേസ്റ്റും പൊല്യൂഷനും ഒക്കെ കാരണമാണ്. 80% അതാണെന്നാണ് പറയുന്നത്. എയർ പൊല്യൂഷൻ ഓൾസോ ക്യാരീസ് പെസ്റ്റിസൈഡ്സ് ഫ്രം ഫാംസ് ആൻഡ് ഡസ്റ്റ് ഇൻ ടു ദ മറൈൻ വാട്ടേഴ്സ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫാംസിലൊക്കെ പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എയർ പൊല്യൂട്ടഡ് ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ ഫാമിലൊക്കെ കൃഷി ചെയ്തിട്ട് അവിടുത്തെ വെള്ളമൊക്കെ പിന്നെയും നമ്മുടെ ഈ കടലിലേക്ക് തന്നെയാണ് ലാസ്റ്റ് എത്തിച്ചേരുന്നത് അല്ലേ. അപ്പോൾ ഈ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ ഒരു അളവിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഈ വെള്ളത്തിൽ കൂടെയും വായു കൂടെയൊക്കെ എന്ത് ചെയ്യും, അവിടേക്കും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. Then air and land pollution is a major contribution to the growing marine pollution. എയറും ലാൻഡ് പൊല്യൂഷനാണ് കൂടുതലും മറൈൻ പൊല്യൂഷന് കാരണമാവുന്നത്. ദറ്റ് ഈസ് നോട്ട് ഓൺലി ഹാമ്പറിങ് ദ അക്വാട്ടിക് എക്കോളജി ബട്ട് ഓൾസോ എഫക്റ്റിംഗ് ദ ലൈഫ് ഓഫ് ലാൻഡ്. ഇത് അക്വാട്ടിക് ലൈഫിനെ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത് ആരുടെയും കൂടെയാണ്, നമ്മുടെ ഈ ലാൻഡിനെ, ഭൂമിയെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ലൈക്ക് ലാൻഡ് റൺ ഓഫ്, ഡയറക്റ്റ് ഡിസ്ചാർജ്, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, പൊല്യൂഷൻ കോസ്ഡ് ബൈ ഷിപ്സ് ആൻഡ് ഡീപ്പ് സീ മൈനിങ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് കോൺട്രിബ്യൂട്ട് ഹെവിലി. അതായത് എന്താണ്, നമ്മുടെ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ ആ മണ്ണ് ഭാഗങ്ങളൊക്കെ ലാൻഡ് റൺ ഓഫ് എന്ന് പറയും, അതൊക്കെ ഒഴുകി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ഡിസ്ചാർജ്, നമ്മൾ ഡയറക്റ്റായിട്ട് ഓഷ്യനിലേക്ക് കൊണ്ട് കളയുന്ന വേസ്റ്റുകളൊക്കെ. പിന്നെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, അതുപോലെ തന്നെ ഷിപ്പ്, നമുക്കറിയാം ഈ എണ്ണയും ഓയിൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ മറൈൻ കടലിൽ നിന്നൊക്കെ മൈനിങ് നടത്തിയിട്ട് നമ്മൾ ഓയിലൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഷിപ്പുകളുണ്ട്. അപ്പം ഷിപ്പൊക്കെ ബേൺ ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന ഓയിലൊക്കെ എന്താണ് അതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറൈൻ എന്ത് ചെയ്യും, പൊല്യൂട്ടഡ് ആയി പോവും. ഓക്കെ, ദെൻ നമുക്ക് വാട്ടർ പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും? ടോക്സിക് പൊല്യൂട്ടൻസ് ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഷുഡ് നോട്ട് ബി ഡിസ്ചാർജ്ഡ് ഇൻ ടു കോസ്റ്റൽ വാട്ടേഴ്സ്. ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ഉള്ള, അതുപോലെ തന്നെ ഈ അഴുക്ക് ചാലുകൾക്ക് നിന്നുള്ളൊക്കെ എന്താണ് വേസ്റ്റുകളൊന്നും എവിടേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല, മറൈനിലേക്ക്, ഓഷ്യൻസിലേക്കൊന്നും ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല.
Then runoff from non-point sources should be prevented to reach coastal areas. അതായത് കോസ്റ്റൽ ഏരിയാസിലൊന്നും എന്താ റൺ ഓഫ് ചെയ്യാൻ, അതായത് നമ്മുടെ ഉപരിതലത്തിലുള്ള മണ്ണ് കാര്യങ്ങളൊക്കെ എന്താണ് അതൊന്നും റൺ ഓഫ് ചെയ്യാതെ നമ്മുടെ കടലിലേക്ക് എത്തിച്ചേരാതെ സൂക്ഷിക്കുക. Then sewer overflows should be prevented by having separate sewer and rain water pipes. അതായത് നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഓവുചാലൊക്കെ നിറഞ്ഞ് എന്താണ് നമ്മുടെ ഈ മറൈനിലേക്കൊക്കെ എത്തിച്ചേരും. അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് എന്താ പൈപ്പ് സീവർ പൈപ്പ്സൊക്കെ യൂസ് ചെയ്യുക. Then dumping of toxic hazardous waste and sewage sludge should be banned. അതായത് ടോക്സിക് സബ്സ്റ്റൻസസ് എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ബാൻ ചെയ്യുക, നിരോധിച്ചതൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ഹാംഫുള്ളായിട്ടുള്ള വേസ്റ്റ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ ബാൻ ചെയ്തൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ. Then developmental activities on coastal areas should be minimized. അതായത് നമ്മുടെ ഈ മറൈൻ അതായത് ഓഷ്യൻസിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഡെവലപ്മെൻറ്റ്സ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക. Then oil and grease from service stations should be processed ഫോർ റീയൂസ്. അതായത് നമുക്കറിയാം ഈ ഇൻഡസ്ട്രീസിൽ നിന്ന് അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷൻസിൽ നിന്നൊക്കെ ഒരുപാട് ഓയിൽ, ഗ്രീസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഡംപ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഡംപ് ചെയ്യാതെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീയൂസ് ചെയ്യുക. ദെൻ ഓയിൽ ബലാസ്റ്റ് ഷുഡ് നോട്ട് ബി ഡംപ്ഡ് ഇൻ ടു സീ. അതായത് ഓയിൽ ബലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഓയിലൊക്കെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഷിപ്പിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സംഭവമാണ്. അതൊന്നും എന്ത് ചെയ്യാതിരിക്കുക, ഈ കടലിലേക്കൊന്നും ഉപേക്ഷിക്കാതെ അല്ലെങ്കിൽ ഡംപ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മറൈൻ പൊല്യൂഷൻ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ട മറൈൻ പൊല്യൂഷനിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.